പറ്റുമെങ്കിൽ കയറട്ടെ. Okay, now come to the sampling distributions. See, last classes we have discussed some probability distributions, some important probability distribution. Most popularly used distributions. The distributions are of two types. When the sample random variable is of discrete type, we have some distribution. That the most popular distributions are, one is the binomial distribution, other one is the Poisson distribution. Okay. Now, when the random variable is a continuous random variable, some the probability distributions associated with are existing, and the most popularly used distribution is the normal distribution. Okay, normal distribution is the most popular distribution among all the distributions, because first one, any number of random variable, that follows any distribution, but by central limit theorem we can convert that the sum of the random variables to its normal distribution. Okay, that's why the normal distribution is the most popular one. Okay. Okay. Now come to the sampling distributions. ഇവിടെ ഓക്കെ, ഹലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനോട് നമ്മൾ ഇനിഷ്യലി നമ്മൾ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു, ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് വാട്ട് വി ആർ ഡൂയിങ് ഈസ് നമ്മളൊരു ഇൻഫറൻസ്, ഒരു സ്റ്റഡിയെ പറ്റി, എൻ്റയർ തിങ്ങിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തി അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫറൻസിലോട്ട് എത്തുന്നതിനാണ് നമ്മൾ കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ സപ്പോസ് ഒരു മാർക്കറ്റിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി, അതിൻ്റെ ഒരു എന്താ പറയുക സക്സസ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു സ്റ്റഡി നടത്താം. അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ തിങ്, ഇപ്പോൾ എൻ്റയർ ഇഗ്നോയിൽ എൻറോൾ ചെയ്തിരിക്കുന്ന കുട്ടികളിലെ ആവറേജ് മാർക്സ് ഓഫ് എ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ആവറേജ് IQ, ഓർ ദ ആവറേജ് ഹൈറ്റ്, ഓർ ദെയർ ആവറേജ് എന്താ പറയുക ഇൻകം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും, ഈവൻ ദോ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഓൾസോ വി ആർ അപ്ലൈയിങ് ദ സെയിം തിങ്, അല്ലേ? നോയിങ്ങലി ഓർ അൺനോയിങ്ങലി നമ്മൾ ഇതിൻ്റെ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ഷോപ്പിൽ നമ്മളൊരു സാധനം മേടിക്കാൻ പോയി, വേണ്ട, നമ്മുടെ വീട്ടിലൊരു അടുക്കളയിലോട്ടുള്ള ഒരു റൈസ് മേടിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സാക്സിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് റൈസസ് മേ ബി ദർ, റൈറ്റ്? അവിടെയൊക്കെ ചെന്ന് നമുക്ക് ഈ റൈസിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ കയ്യിലൊരു സാമ്പിൾ എടുത്ത് നോക്കുന്നു, ഹൗ ഈസ് ഇറ്റ്, അല്ലേ? എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സിനൊക്കെ നോക്കുമ്പോൾ അറിയാം. എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എക്സ്പീരിയൻസ് ഹാൻഡ്സിന് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താൻ നമ്മൾ പോകുമ്പോൾ നമുക്കതേപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് വൺ എന്നുള്ളത് നമ്മൾ എടുത്ത് നോക്കും, അല്ലേ? ജസ്റ്റ് നമ്മൾ അവിടെ വെച്ചൊന്നും നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ നമ്മളെ ഒരു പുതിയൊരു ഇതാണെങ്കിൽ നമ്മളത് വലിയൊരു ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കത്തില്ല. നമ്മളൊരു സാമ്പിൾ എടുക്കുന്നു, നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്ത് നോക്കും. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് നമ്മളത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വി വിൽ ബൈ ഇറ്റ് അഗെയിൻ, അല്ലേ? ഇഫ് ഇറ്റ് സെയിം വേ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾസോ നമുക്കൊരു സ്റ്റഡിയെ പറ്റി, എൻ്റയർ തിങ്ങിനെ പറ്റി, ഒരു പോപ്പുലേഷനെ പറ്റി, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ ക്യാരക്ടറിസ്റ്റിക് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വലിനെയും കൂടെ കൂട്ടിയ. സപ്പോസ് നമ്മുടെ ഇഗ്നോയിലെ ഡിഗ്രി കോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഒരു ആവറേജ് മാർക്ക് എടുക്കുക, മാത്തമാറ്റിക്സിലുള്ള ഒരു ആവറേജ് മാർക്ക് എടുക്കുക. അല്ലെ ഇന്ന കോഴ്സിലുള്ള എൻ്റയർ ഓൾ ഇന്ത്യ ലെവലിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ഒരു കോഴ്സിന്റെ സാമ്പിൾ ഒരു മാർക്ക് നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ എൻറോൾ ചെയ്തിരിക്കുന്നത് എൻ്റയർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ നോൺ ആസ് ദ പോപ്പുലേഷൻ. ഓക്കെ, അപ്പൊ ഈ എൻ്റയർ സ്റ്റുഡൻസിന്റെ മാർക്ക് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് സി വെൻ ഇറ്റ് ഈസ് ഫൈനൈറ്റ് ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് വി ക്യാൻ ഡു ഇറ്റ്. ബട്ട് വെൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ഫൈനൈറ്റ് ആൻഡ് ഇഫ് ദ നമ്പർ ഈസ് ടെൻഡിങ് ടു എ വെരി ലാർജ് ക്വാണ്ടിറ്റി, ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു കളക്ട് ഓൾ ദി ഡേറ്റാസ്, അല്ലേ? ആൻഡ് calculate the characteristic. So what we are doing is we are taking a sample of that, right? ഇവിടെ ആണെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു റൈസ് നമ്മൾ അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോകും, നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കും.
നമ്മൾ എൻ്റെയർ തിങ്ങും കൂടി എടുത്തങ്ങ് യൂസ് ചെയ്യുമല്ല ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻ? സൂസന്നെ വന്നോ? സൂസന്നെ അല്ല, വേറെ പുതിയ ആൾ വന്നോ? Who is that? Hello. Hello. Deljo CJ. Hello. Hello. Good evening. No response. Hello. 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 How are you? Rahul Jano, 2 more joined. Hello. Clear on lens. Rahul. Clear. What is your name? Hello. You are Deljo. No response. Who is this? Rahul. Hello. Hello. You are Deljo. Yes. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. ഡെൽജോ എന്താണ് പഠിച്ചത്? ഇപ്പം ആർ യു വർക്കിംഗ് നൗ? ഞങ്ങളൊരു ഇല്ല, ഞാൻ സ്റ്റഡി ചെയ്യണം. എന്തോ? BCA. പഠിക്കണം. വേറെ ജോലിയൊന്നുമില്ല. എന്ത് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് വന്നാണോ ഇൻ ബിറ്റ്വീൻ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിരുന്നോ? ഇല്ലില്ല, നേരെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് നേരെ BCAയിലോട്ട് വന്നത്. ഓക്കെ. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അറിയാനാണ് അവിടെ, എസ്പെഷ്യലി മാത്തമാറ്റിക്സിൽ. അപ്പം ഹയർ സെക്കൻഡറി കഴിഞ്ഞ് വന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മെമ്മറിയിലുണ്ടാവും അല്ലേ? ഒരു ഗ്യാപ്പില്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. അത് നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവൽ വരെ പഠിച്ചത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 ദിവസം കൊണ്ട് കവർ ചെയ്തത്. അത് യു ഗോ ത്രൂ യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഹയർ സെക്കൻഡറി വരെ പഠിച്ച കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്കില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എന്താ പറയുക, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് 2 നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എസ്പെഷ്യലി പോയിസൺ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ അകത്ത് ബൈനോമിയൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ആർ ദർ. And the continuous probability distribution is the normal distribution. The normal distribution is the one of the most popularly used distribution. So അത് തന്നെയല്ല, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയിരുന്നു. അത് ആ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചത് തന്നെ. ആൻഡ് can now come to what about Rahul? Hello, Rahul. Hello, can you hear me? Rahul? No response. Web developer. What happened to your audio system? This one is working. Okay. Anyway, come to the portion. Okay. നമ്മുടെ പോർഷനിലോട്ട് വരാം, പ്രസന്റേഷനിലോട്ട് വരാം. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. Problem with my system. Okay. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് പറയുമായിരുന്നു. whenever we want to study about a population characteristic, so there we use the sampling distribution, or the inference part deals with the study of the characteristic of any population. Okay, any characteristic of any population. Population means the entire thing. Suppose, for example, we want to study the or we want to know the average marks of the students registered under IGNOU, or whatever be the situation. There what we are doing is, hello, is it audible? Yes, ma'am. Okay.
അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുക കേട്ടോ, അഭിരാമി, അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോവാണ്. അവിടെയൊക്കെ നമ്മൾ പോപ്പുലേഷൻ ഒരു എൻ്റയർ തിങ്ങിനെ പറ്റി, അതായത് എൻ്റയർ നമ്മുടെ ഇഗ്നോയിലെ സ്റ്റുഡൻസിൻ്റെ ഫുൾ സ്റ്റുഡൻസിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ മാർക്സിൻ്റെ ഒരു പറ്റിയുള്ളൊരു സ്റ്റഡി നടത്തുകയാണ്. അപ്പോൾ കുട്ടികളുടെ മാത്തമാറ്റിക്സിലുള്ള ആ ഒരു ഇത് കണ്ടുപിടിക്കാനായിട്ട്. സോ എൻ്റയർ ഓൾ ഇന്ത്യ ലെവലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതായത് ആവറേജ് മാർക്ക് അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ IQ, എനി ക്യാരക്ടറിസ്റ്റിക് വി ക്യാൻ സ്റ്റഡി. ഓക്കെ, അതേപ്പറ്റി നമുക്ക് ഒരു 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 കൺക്ലൂഷൻ എത്താനായിട്ട്, വാട്ട് ഈസ് ദാറ്റ് എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ജനറലി നമ്മൾ പറയും, നമ്മൾ ഇഫ് ഇറ്റ് ഈസ് ഫൈനൈറ്റ് ആൻഡ് കൗണ്ടബിൾ ആയിട്ടുള്ളതാണെങ്കിൽ വാട്ട് ക്യാൻ വി ഡു? നമ്മൾ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നതിൻ്റെ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ ആ ക്യാരക്ടറിസ്റ്റിക്, മാർക്സ് ആണെങ്കിൽ ദാറ്റ്, അല്ലെങ്കിൽ ആവറേജ് ഹൈറ്റ് ആണെങ്കിൽ ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്, ഓർ ദ IQ ആണെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്, അത് നമ്മൾ എൻ്റയർ സ്റ്റുഡൻസിൻ്റെ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലേ? ബട്ട് ദ പോപ്പുലേഷൻ, വെൻ ദ പോപ്പുലേഷൻ ഈസ് വെരി ലാർജ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ to collect all the values, and also it's not practical and not economical. So what we are doing is we are selecting a sample of the entire population, അല്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊരു സാമ്പിൾ എടുത്ത് സെലക്ട് ചെയ്ത് നോക്കും, അല്ലെ? സാമ്പിൾ എടുത്ത് നമ്മൾ യൂസ് ചെയ്യും, റൈറ്റ്? Then if the sample is good, we will follow that, otherwise we will reject it, അല്ലേ? സെയിം തിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വരുന്നത് നമ്മൾ മറ്റേ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഗുഡാണോ ബാഡാണോ എന്നുള്ളതൊക്കെ നമ്മൾ വരുന്നത്. ഓക്കെ, വെദർ വി വിൽ അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നത് അങ്ങനെയാണ്. സോ ഈ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റി സ്റ്റഡി നടത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സാമ്പിൾ എടുക്കുന്നു. ആ സാമ്പിൾ എടുക്കുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു റീജിയനിലുള്ള കുട്ടികളുടെ, ഇപ്പം ഈ എൻ്റെ കുട്ടികളുടെ മാത്സിന്റെ മാർക്ക് നമ്മൾ നോക്കുന്നെങ്കിൽ, ഒരു റീജിയണൽ സെന്ററിലുള്ള കുട്ടികളുടെ മാത്സിന്റെ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ വി കനോട്ട് സേ ദാറ്റ് എൻ്റെ പോപ്പുലേഷൻ്റെ റെപ്രസെന്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, റൈറ്റ്? സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ്, നമ്മൾ ഓരോ റീജിയന്റെയും ഓരോ സെന്ററുകളിലെയും പല സ്റ്റേറ്റുകളിലെയും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഒന്നേ നമ്മൾ ലോട്ട് ബൈ ലോട്ട് ഇട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ റാൻഡം നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ബട്ട് ദ സെലക്ഷൻ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ടെക്നിക്ക്. സാമ്പിളിംഗ് ടെക്നിക്കിന് ബാക്കി കുറേ ടെക്നിക്കൽ നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിലുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് എലിമെന്റ്, the probability of selecting each element is same for all values, അല്ലേ? അപ്പോൾ ഓരോന്നിനെയും സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈസ് സെയിം. അപ്പോൾ അല്ലാതെ നമ്മൾ ബയസ്ഡ് ആവാൻ പറ്റത്തില്ല, അൺബയസ്ഡ് ആയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഒന്നെങ്കിൽ ലോട്ടിട്ട് നമ്മൾ എടുക്കും, ലോട്ടിട്ട് ഒരു സെന്ററിന്റെ എടുക്കുന്നു, ആ സെന്ററിൽ ലോട്ടിട്ട് നമ്മൾ കുറച്ച് പേരുടെ, അല്ലേ, നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ എടുത്താൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് സാമ്പിൾ വിൽ റെപ്രസെന്റ് ദ എൻ്റയർ പോപ്പുലേഷൻ. ഓക്കെ, അതിൻ്റെ പോപ്പുലേഷനെ പറ്റി നമ്മൾ സ്റ്റഡി നടത്താനായിട്ട് ദാറ്റ് മേ ബി ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. പോപ്പുലേഷൻ മേ ബി ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ it's not possible to collect the characteristic of the entire population. It's not possible, it's not economical, it's not practical, right? Yes. So what we are doing is we are selecting a sample. Sample means a part of the population. A part of the population means നമ്മൾ ആ റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ, അതായത് ഓരോ ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വിൽ ബി സെയിം. അല്ലാതെ നമ്മൾ ബയസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ റിസൾട്ട് വിൽ ബി റോങ്, അല്ലേ? ദ കൺക്ലൂഷൻ വിൽ മേ ബി ഡിഫറെൻറ്റ്. ദെൻ യൂഷ്വലി നമ്മൾ ഹോമോജീനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്നാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിരിക്കണമെന്നില്ല, ഡിഫറെൻ്റ് ആയിരിക്കാം. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഹോമോജീനിയസ് ആയിട്ടുള്ളതാണ്, മറ്റേതാണ് നമ്മൾ കുറച്ചുകൂടി കെയർ എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, now come to definition. A set of observations x1, x2, xn constitute a random sample of size n from a finite population of size. Usually നമ്മൾ population size-നെ capital N കൊണ്ടും സാമ്പിൾ സൈസിനെ നമ്മൾ സ്മോൾ n കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റേഴ്സ് യൂഷ്വലി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ എൻ്റയർ പോപ്പുലേഷനെ പറ്റി ഒരു സ്റ്റഡി നടത്താനായിട്ട് വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ സെലക്ടിങ് എ സാമ്പിൾ ഓഫ് സൈസ് n. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. എന്ത് ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് നമുക്ക് സ്റ്റഡി നടത്തേണ്ടത്? ആ സെയിം ക്യാരക്ടറിസ്റ്റിക് തന്നെ ഈ സാമ്പിളിന്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ സാമ്പിളിന്റെ ആവറേജ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ്, ഇത്രയും സാമ്പിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ x1, x2, xn, അല്ലേ? അതിന്റെ മീൻ വാല്യൂ ഓർ ദ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ റാൻഡം വേരിയബിൾസ് ബൈ
the total number, right? This is the x bar mean value or the average value or the expected value, isn't it? Hello, mean value ഒക്കെ ഓർക്കുന്നോ? നമ്മൾ മീൻ വാല്യൂ ഒക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. That is x bar equal to sigma xi by n. Okay. Yes, ma'am. Okay, what about others? ബാക്കി രണ്ടുപേര് വല്ലതും കേൾക്കുന്നുണ്ടോ? Hello, can you follow? The other one went. Okay. Okay. ഓക്കെ, അപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്നു, സാമ്പിളിൻ്റെ വാല്യൂ നമ്മൾ നോക്കുന്നു, ആ വാല്യൂ നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ബിഫോർ അക്സെപ്റ്റിംഗ് ദ സാമ്പിൾ വാല്യൂ, what we are doing, we have to check whether the ഈ നമ്മൾ ചെയ്തെടുക്കുന്ന വാല്യൂവിനെ അതിനെ നമ്മൾ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് നമ്മൾ അതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ whether this is a good estimate or not എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. If it is good, we accept it. Otherwise, we cannot. Right? അല്ലേ? അപ്പോൾ അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് we will see later. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 types of കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്താനായിട്ട് നമുക്ക് 2 categories of inference techniques are there. One is the estimation and second one is the testing. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ സിലബസിൽ. Second one is testing. So estimation at what we are doing is this one. ഇതാണ് നമ്മുടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ്റെ അകത്ത് നമ്മൾ എൻ്റയർ പോപ്പുലേഷന് സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഐഡന്റിഫൈ ചെയ്യുന്ന സാമ്പിൾ വാല്യൂ, ആ ക്യാരക്ടറിസ്റ്റിക് ഐഡന്റിഫൈ ചെയ്യുന്ന സാമ്പിളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ estimation. ആ എസ്റ്റിമേറ്റഡ് വാല്യൂ or that estimate, we have to check whether that estimate is a good estimate or not. Okay, then estimation is also of 2 types. One is the point estimation and the other one is the interval estimation. Point estimation means, as the word dictates, see, point is we are identifying a value, x bar, the mean average value or the characteristic. We are estimating a value, that is what known as the point estimation. But in interval estimation, see, ആ വേർഡിൽ തന്നെ നമുക്കറിയാം, we are estimating a value, population characteristic lies in the interval AB. Likewise, we can estimate the interval. Okay, here we are not concentrating to a point, but we say that the population characteristic lies in the interval AB. But in the point estimation, we say that the population characteristic will be this value. Is it clear? Hello? Yes, ma'am. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, ഇനി അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്, അല്ലേ? പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക് ഈസ് ദ unknown thing. This is population, the number of values are capital N. This is sample and we are selecting n number of samples. Okay, and ഈ populationന്റെ characteristic is unknown to us and that is denoted by theta and this is known as the parameter. Okay, the parameter is population characteristic. Parameter means the populationന്റെ characteristic. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ആവറേജ് IQ ആയിരിക്കാം, ആവറേജ് വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് ആയിരിക്കാം, whatever that characteristic. Okay, the population characteristic is known as the parameter and the sample characteristic is known as denoted by small t and is known as statistic. Okay, അപ്പോൾ നമ്മുടെ theta is the unknown thing. So we are estimating this, we are identifying, taking a sample and identifying the value of t. And we check, this is the estimate. And we check whether this estimate is a good or not. Okay, if it is good, we are saying theta has the value as t. Is it clear? Yes, ma'am. Okay, now come to C. A population is completely determined or characterized by certain fixed quantities or often unknown. These fixed quantities, that is characteristic, population characteristic, are called the parameters and the problem consists of inferring about these characteristics based upon a sample. Is it clear? Yes, ma'am.
Okay. A function of a sample observation is called the statistic. That is the same characteristic, population characteristic, that this parameter, that is known as the parameter, that parameter is unknown to us. So we take a sample of the entire population, or the representative of the entire population. That is what we mean by the sample. So we identify the same characteristic. That characteristic is known as the statistic. So theta is unknown to us. In order to identify the value of theta, we took a sample of size n and identify the value of t. It's the same characteristic as that of theta. And we assign this value to this one if it is good. Is it clear? Yes. Okay. Suppose we want to study the population using the mean. Mean is the population characteristics as given in the earlier example. When we are referring to the mean of the population, we call it population mean. This is a population characteristic. And when we are referring to the mean of the sample, we say that sample mean. So population mean is unknown to us. We have to identify the population, that is theta. Here in this example, the characteristic is mean. Okay. So population mean is known as theta and the sample mean is the t, denoted by. Population mean is, now come to the notation. Population mean is usually denoted by mu. See, as we have seen in the previous classes, mu is the mean and the sample mean is denoted by x bar. Okay. Is it clear? Yes. ഓക്കെ. ബാക്കി നിങ്ങൾ വായിച്ചു വരണം, കാരണം നമുക്ക് ഇതിനകത്തോട്ട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനില്ല. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള കാര്യങ്ങൾ ഏറ്റവും മിനിമം കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് വായിച്ച് ജസ്റ്റ് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക് തീറ്റ, സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക് ടി, ദിസ് ഈസ് അൺനോൺ എന്നൊക്കെയുള്ളൊരു കുറച്ചെങ്കിലും കാര്യങ്ങളെങ്കിലും ഒന്ന് നോക്കി ഒന്ന് പോകണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകും. Okay, is it clear? Yes. Okay. അപ്പോൾ നമ്മൾ ഇനി now come to the sampling distribution. See, നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ വരുന്നത്, ബൈനോമിയൽ വന്നു, ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വന്നു, റൈറ്റ്? ആൻഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ എടുക്കുന്ന സാമ്പിൾസ് ഫോം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്, വൺ ഈസ് സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ സെക്കൻഡ് വൺ ഈസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ തേർഡ് വൺ ഈസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് യൂഷ്വലി നമ്മൾ എസ്റ്റിമേഷനകത്തും ടെസ്റ്റിങ്ങിനകത്തും അല്ലെങ്കിൽ ഇൻഫറൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സോ മെനി ഡിസ്ട്രിബ്യൂഷൻസ് ആർ ദെയർ. നമുക്ക് പക്ഷേ ഇതേ കാര്യങ്ങളേ ഉള്ളൂ, എസ്പെഷ്യലി ഇൻ അവർ സിലബസ് ഓൾസോ. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളെ പറ്റി നോക്കിക്കോ നിങ്ങൾ, പക്ഷെ നമ്മളിപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഇവരാണ്. ഓക്കെ. ഓക്കെ. അതൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. സപ്പോസ് പോപ്പുലേഷൻ എൻ ഈസ് ഇൻകം ഓഫ് 4 കാറ്റഗറീസ്, അവരുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ. A list of all possible values of a sample statistic and the probability associated with each value is called the sampling distribution of the statistic. നമുക്കറിയാം യൂഷ്വലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് the random variable with its probability mass function or the probability density function, right? Okay. Is it clear? അതുപോലെ തന്നെ ഓരോ സാമ്പിൾ, ലിസ്റ്റ് ഓഫ് ഓൾ സാമ്പിൾസ് നമ്മൾ എടുത്തു, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കും എടുത്തു വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് വാല്യൂ, ദാറ്റ് പ്രോബബിലിറ്റി വാല്യൂ ഈസ് നോൺ ആസ് എ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ. ആ സാമ്പിളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? സാമ്പിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ. If it is discrete, we say that that's a probability mass function. If it is continuous, we say that that's a probability density function. Is it clear? Yes, ma'am. Okay. Now it is called okay. Okay. So in the above example, if we take some sample mean is denoted by x bar and the population mean is denoted by mu.
as the variable table. Okay, and in the above example, the probability is, this means that here the observed values are the means. Like any other list of numbers, these sample means have a mean, the mean of the means. Okay, so we took some samples, take the sample mean of each sample xi's. We took k number of samples, so we have xi. I varies from 1 to k. Okay, k number of samples we are taking. What is this? The system has some problem. അത് കറക്റ്റ് ചെയ്തതായിരുന്നു, അത് വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. ഹലോ, Come on. ഓക്കെ ഓക്കെ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഒന്ന് കറക്റ്റ് ചെയ്ത്, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനിത് കറക്റ്റ് ചെയ്തതാണ് കൊണ്ടുപോയി. വീണ്ടും ഇവിടെ എന്തോ ഒരു സാധനമൊക്കെ ഇല്ല, വൈറസ് ആണോ എന്നും അറിയത്തില്ല. ഓക്കെ, എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എത്തിയോ? ഓക്കെ 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 ഓക്കെ. നമ്മൾ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് ഓരോ സാമ്പിൾ എടുത്ത് സാമ്പിളിന്റെ മീൻ വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ആ എൻ്റെ പോപ്പുലേഷന്റെ മീൻ ഓഫ് മീൻ എന്ന് പറയുന്ന ആ മീൻസ് ഉണ്ട്, ഓരോ സാമ്പിളിന്റെ മീൻ ഉണ്ട്, അതിന്റെ ആവറേജ് വാല്യൂ അഗെയിൻ ഈ ദാറ്റ് ഈസ് xi bars are the sample means. The mean of mean, that is a population mean, x bar bar, that is denoted by x bar bar. Is it clear? Yes. Okay. If we were to take every possible samples of size n from a population and calculate each sample mean, the mean of those sample means would equal the population mean, that is x bar bar is the population mean. ഈ എക്സാമ്പിളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ഞാനത് കവർ ചെയ്ത് പോവുകയാണ്, കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. Okay. നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇടുവാൻ ഞാൻ, കാരണം വെച്ചാൽ നമുക്ക് അതിൽ കൂടുതൽ പറ്റുന്നില്ലാത്തതുകൊണ്ട്. ഓക്കെ, നൗ കം ടു as usual. നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ we denote sigma x bar is the standard deviation of the sampling distribution. Then സാമ്പിളിന്റെ ഓരോ മീൻ ഓഫ് മീൻസ് നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ബാർ ബാർ, ഓരോ സാമ്പിളിന്റെയും മീൻ ആണ് xi ബാർ. ദെൻ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് ഏതാ? വേരിയൻസ് എന്ന് പറയുന്ന ഫോർമുല ഒക്കെ മറന്നു പോരുത് കേട്ടോ. സിഗ്മ എക്സ് ബാർ സ്ക്വയർ which is equal to sigma xi minus its mean of means, the whole square divided by k. K is the number of samples. ഓർക്കുന്നോ? നമ്മൾ മീൻ ആൻഡ് വേരിയൻസ് ഒക്കെ നമ്മൾ ഹയർ സെക്കൻഡറി പഠിച്ചതാണ് ഇതൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ആ ഫോർമുലകളൊക്കെ വന്നതാ അല്ലേ? ഹലോ, Yes, ma'am. ഓക്കെ. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? സിഗ്മ എക്സ് ഐ. നമ്മൾ അവിടെ ഇവിടെ സാമ്പിൾസ് എടുത്തുകൊണ്ട് എക്സ് ബാറും എക്സ് ബാർ ബാറും വന്നത്. മറ്റേ നമുക്ക് അങ്ങനെയല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? സിഗ്മ എക്സ് ഐ മൈനസ് അല്ലേ മീൻ വാല്യൂ എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ
divided by sample number k. That is what we mean by sigma square, the variance. Is it clear? Hello? ഓക്കെ. അപ്പോൾ നമ്മളതൊന്ന് എടുത്ത് നോക്കണം നിങ്ങൾ കേട്ടോ, നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ പഠിച്ചതൊക്കെ. ഓക്കെ. നൗ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിളിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് വേരിയൻസ്, സാമ്പിൾ വേരിയൻസ് ഉണ്ടല്ലോ. Since x bar measures the dispersion of the sample means around mu, it gives a measure for the error in sampling. Because of this, x bar is the sampling error or the standard error. We formally define the standard error is the standard deviation of the sample means around the population mean and is denoted by SC of standard error of x bar. എന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ SC ഓഫ് എക്സ് ബാർ. സാർ നമ്മൾ പോപ്പുലേഷൻ്റെ വരുമ്പോഴത്തേക്കിനോ വി യൂസ് ദ നൊട്ടേഷൻ സിഗ്മ സ്ക്വയർ ഈസ് ദ വേരിയൻസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സിഗ്മ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ, ദറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? Yes. ഓക്കെ. ഇതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കമ്പ്യൂട്ട് ചെയ്യണം കേട്ടോ പിള്ളേരെ. കമ്പ്യൂട്ട് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. സി അതിൻ്റെ എക്സ് ബാർ തന്നിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ ഈ പ്രോബ്ലം വൺ നോക്കുക, മേളിൽ ഒരു ടെസ്റ്റ് നടത്തേണ്ടതാണ്. അപ്പം അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 77 ആണ്. ഓക്കെ. 10 ടെസ്റ്റുകൾ നടത്തി. അപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും വാല്യൂ, ആവറേജ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ബാർ ആണ് നമ്മുടെ 77 എന്ന് പറയുന്നത്. ദെൻ സിഗ്മ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വാട്ട് ഇസ് ദാറ്റ്? നോക്ക്, ഓരോ സാമ്പിൾ എക്സ് ബാർ മൈനസ് പോപ്പുലേഷൻ മീൻ എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, അതാണ് ഇതിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ, പ്ലസ് അടുത്ത സാമ്പിളിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ, ദെൻ അടുത്ത സാമ്പിളിൻ്റെ ഡിഫറൻസ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഓക്കെ. ഡിവൈഡ് ബൈ 10 കൊടുത്തപ്പം വി ഗെറ്റ് ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ sigma, that is denoted by sigma x bar. Is it clear? Yes, ma'am. ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യിപ്പിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമയം വെറുതെ ഒത്തിരി പോകും, നമുക്ക് ബാക്കി പല കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാനുള്ളതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾ ഇതിലോട്ട് എത്തുള്ളൂ. നമ്മളിങ്ങനെ എന്താ ഡിഫറൻസ് നോക്കി സ്ക്വയർ ചെയ്ത് സമ്മപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കിട്ടത്തില്ല. ഓക്കെ. അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അറിയണേ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സം മിസ്റ്റേക്സ് ആർ ദെയർ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുക, നമ്മൾ തനിയെ കറക്റ്റ് ചെയ്യുക. പിന്നെ ആ മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ. അതുകൊണ്ട് ചെയ്യണം കേട്ടോ. മടി വിചാരിക്കരുത്, ചെയ്തു പോകണം. നമുക്ക് ബുദ്ധിമുട്ടാവും മുന്നോട്ട് പോകാനായിട്ട്. Okay, now come to C. You may have realized that the computation of the standard deviation from the sampling distribution is a tedious process. There is an alternative method to compute the standard error of the means C of x bar from a single sample if we know the population standard deviation. Population standard deviation എന്ന് പറയുന്നത് ഏതാണ്? Sigma. This is the population variance. By this method, we have the following formula obtaining the standard error. That is, നമ്മുടെ population standard deviation, if it is known, നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് എറർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫോർമുല. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം, ഒരു പേപ്പർ എടുത്ത് കേട്ടോ. വേർ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഏതാ? പോപ്പുലേഷൻ സൈസ്. സ്മോൾ എൻ എന്ന സാമ്പിൾ സൈസ് ഡിവൈഡ് ബൈ എൻ മൈനസ് ഇൻറ്റു സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന വേരിയൻസ്, പോപ്പുലേഷൻ വേരിയൻസ് ആണ്, divided by the number of samples. Okay? Is it clear? അപ്പോൾ നമ്മളൊരു പോപ്പുലേഷനെ പറ്റി ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന ആൻഡ് പോപ്പുലേഷൻ ദിസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ടു അസ്. ദ സ്റ്റാൻഡേർഡ് എറർ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഫോർമുല. ഓക്കെ. അപ്പോൾ ഈ ഫോർമുല ഒന്ന് എഴുതി മനസ്സിലാക്കി വെച്ചോണം. കാരണം നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാൻ നേരം നമുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇതൊക്കെ. ഇസ് ഇറ്റ് ക്ലിയർ?
Yes. Okay, that is, we will now derive the formula here since the process is too technical for the scope of this. This n minus n by the factor. This factor is called the finite population correction factor. As a rule of thumb, n by n is less than 0.1. This correction factor can be ignored, so we compute the formula by sigma by root n. Okay, that is, n minus n is not very large when n is large relative to this capital small n. That is, when the population size is very large, we can use the formula standard error of the sample mean will be equal to root of sigma square by n, or it will be sigma by root n. Is it clear? For the infinite population, we can use this formula. That is capital N tending to infinity, or when capital N is very large. When capital N is not so large, that is a finite population, we use this formula. Is it clear, the both cases? Yes, ma'am. Okay, that is, when N is very large, we can use this one. Go through this example. Now come to the, okay, see, this one is the bell shaped one, is the shape for the normal distribution. ഓർക്കുന്നോ? ഹലോ, ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു ബൈ ദ സെൻട്രൽ ലിമിറ്റ് തിയറം, അല്ലെങ്കിൽ തിയറത്തെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നേ, ദറ്റ് ഈസ് വി ഹാവ് എ സാമ്പിൾ ഓഫ് സൈസ്, ഓർ വി ഹാവ് എ കളക്ഷൻ ഓഫ് independent and identically distributed random variable having the same mean and variance. Okay, and that follows any distribution, then the sum of the random variables, see, has approximately the standard normal distribution with the mean 0 and variance or the standard deviation equal to 1. Okay, this is central limit theorem. Okay, okay, mean of sampling distribution of proportions ഇതിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. പ്രൊപ്പോർഷൻ്റെ മീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ സെയിം വേ പ്രൊപ്പോർഷൻ വരുന്നത്, അതുപോലെ നമ്മൾ അതിൻ്റെ അടുത്തതിലോട്ട് വരും, വേരിയൻസിലോട്ട് വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ഇതിലോട്ട് എസ്റ്റിമേഷൻ ടെസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കാം ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് വളരെ പോപ്പുലർലി യൂസ്ഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ, വൺ ഈസ് സ്റ്റുഡൻസ് ട്രീ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് ദിസ് ഈസ് ദ PDF ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതേസമയം നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ അകത്തെ ബൈനോമിയൽ, പോയിസോൺ ആൻഡ് നോർമൽ, അതിൻ്റെ PDF നമ്മൾ പഠിച്ചിരിക്കും. ബൈനോമിയലിൻ്റെ എന്തായിരുന്നു പിള്ളേരെ, ഓർക്കുന്നോ? അഭിരാമി ഓർക്കുന്നോ ബൈനോമിയലിൻ്റെ? ഹലോ അഭിരാമി, Yes, ma'am. ബൈനോമിയലിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർക്കുന്നോ? NCX P⁻X Q⁻n−X. Okay. Then what about the Poisson distribution? Poisson distribution e⁻λt raised to x by x factorial. Isn't it? And what about normal distribution? 1 by square root of 2 pi sigma square into e power exponential raised to x minus mu the whole square by 2 sigma square. ഓർക്കുന്നോ? Yes, Hello. ma'am. Yes. With the mean and variance, mu and sigma, normal distribution day. അല്ലേ?
Very sorry that when the system has some problem. ഞാൻ ഒന്ന് ക്ലിയർ ആക്കിയതായിരുന്നു, വീണ്ടും അത് പ്രശ്നത്തിലോട്ട് പോകാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. വൺ ഈസ് ടു ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മുടെ മീനിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോഴാണ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. മീൻ ചെയ്യുക, അല്ലെ പോപ്പുലേഷനിലോട്ടൊക്കെ വരും, പ്രൊപ്പോർഷനിലോട്ട് വരിക, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊപ്പോർഷൻ. അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഈസ് സ്റ്റുഡൻസ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മൾ കൂടുതൽ നോക്കേണ്ട, അതും ബെൽ ഷേപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിട്ടാൽ മതി. ഇവിടെ നമ്മൾ ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ഇന്നത്തെ പാരാമീറ്റേഴ്സിനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് n minus 1. n is the sample size, then n minus 1 is the degrees of freedom. Okay, student distribution with the n minus 1 degrees of freedom, and another parameter is alpha. Alpha is the level of significance. അതിലോട്ട് നമുക്ക് വരാം. ഇവിടെ നമ്മൾ മറ്റേ ഓർക്കുന്നോ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തത്? ഹലോ, ഇവിടെ ബെൽ ഷേപ്ഡ് ആയിരുന്നു, ഓർക്കുന്നോ? ഹലോ 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 Yes, ma'am. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ ഫിഗർ വരച്ചിട്ട് അതിലോട്ട് വരാം, നമ്മൾ ആ പാർട്ടിലോട്ട് നമുക്ക് വരാം. Then another distribution is the chi-square distribution. Chi-square distribution ഈ പറഞ്ഞാൽ നമ്മൾ വേരിയൻസിനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഏതാണ് എസ്റ്റിമേഷനും ടെസ്റ്റിങ്ങിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് PDF എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. ഇതൊന്നും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ദിസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണമുള്ളതാണ്, ഏതാണ് നമ്മുടെ F distribution. ഓക്കെ, ഇവിടെ Ma'am, T distribution ഒന്നുകൂടി പറയാമോ? T distribution എന്ന് പറയുന്നത് that is known as the students T distribution. ഓക്കെ, അത് ബെൽ ഷേപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദാറ്റ്സ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. സി എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്, ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ദിസ് വൺ. ഓക്കെ, ദിസ് ദ ഗാമ ഫംഗ്ഷൻ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതേപ്പറ്റി നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേ വേണ്ട. ഗാമ ഓഫ് എക്സ് ഈസ് ദ ഗാമ ഫംഗ്ഷൻ. അത് വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ നോക്കി വെച്ചാൽ മതി, പഠിച്ചു വന്നാൽ മതി.
അതൊന്നും നമുക്ക് വലിയ പ്രയോജനമുള്ള കാര്യമല്ല എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അല്ലാതെ നമ്മൾ തെർട്ടിക്കലി നമുക്ക് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമെമ്പർ ഇറ്റ്. ഓക്കെ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ. X bar is the sample mean and population mean is mu. Then S is the standard deviation. S by is the നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? X bar മൈനസ് ഇറ്റ്സ് മീൻ Z ആക്കിയത് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എക്സിനെ നമ്മൾ Z ആക്കിയത് ഓർക്കുന്നുണ്ടോ? നോർമലൈസ് ചെയ്യുക എന്ന് പറയും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എനി വേരിയബിളിനെ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോൾ എന്താണ് സാധാരണ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിനെ Z കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസ്ഡ് വേരിയബിൾ വിൽ ബി ദ റാൻഡം വേരിയബിൾ മൈനസ് ഇറ്റ്സ് മീൻ ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സി X bar minus mu by sigma by root n. Okay. That has T distribution with the parameter nu equal to n minus 1. N minus 1 is the degrees of freedom, where n is nu is called the number of degrees of freedom, in short D of the distribution. In a parameter n is the sample size. Then this parameter is n minus 1. ഈ പാരാമീറ്റർ നമ്മൾ പറഞ്ഞതിനെ ചോദിച്ചാൽ നമുക്ക് ലാസ്റ്റ് ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് നമ്മൾ ടേബിൾ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ടേബിൾ വാല്യൂ എടുത്തല്ലോ, ഓർക്കുന്നോ? ഹലോ, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ ടേബിൾ വാല്യൂ എടുത്തില്ലായിരുന്നോ? ഓക്കെ. അതുപോലെ ഇവിടെ ടേബിൾ വാല്യൂ അവൈലബിൾ ആണ് നമുക്ക്. ഓക്കെ. അപ്പൊ അതിനാണ് n-1 ഡിഗ്രി, അതാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ആ പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ഈസ് അവൈലബിൾ. സോ അതിന്റെ ടേബിൾ വാല്യൂ എങ്ങനെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞ് നമ്മുടെ കൺക്ലൂഷനിലോട്ട് എത്തുക. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ ടി ഡിസ്ട്രിബ്യൂഷൻ? ഓക്കെ. ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഈ ഡെൻസിറ്റി ഫംഗ്ഷനെ പറ്റി ഒന്നും ഒത്തിരി ബോധർ ചെയ്യണ്ട. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിന്റെ ടേബിൾ വാല്യൂ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിനെ നോർമലൈസ് ചെയ്യുക. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട്. അതിലോട്ട് നമുക്ക് വരാം. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ജനറൽ ഫോർമുല. ഓക്കെ. Similarly, we have another sampling distribution is the chi-square distribution. Chi-square distribution density function is this one. And അവിടെ നമ്മൾ chi-square distribution ഇതുപോലെ നമ്മുടെ പാരാമീറ്ററിന്റെയും മീനിന്റെയും ഒക്കെ നമ്മുടെ കൺക്ലൂഷനിലോട്ട് എത്താനായിട്ട്, നമ്മൾ എസ്റ്റിമേഷൻ്റെ അകത്ത് ടെസ്റ്റിങ്ങിലോട്ട് നമ്മൾ വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ടേബിൾ വാല്യൂ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. Now we have another sampling distribution, that is the F distribution. Okay, F distribution is the ratio of two chi-square distribution ratio ആണ് നമ്മുടെ F distribution എന്ന് പറയുന്നത്. See, if a random variable y1 has chi-square distribution with v1 degrees of freedom, and if another random variable y2 has chi-square distribution with v2 degrees of freedom, then the ratio between y1 by its degrees of freedom divided by y2 by its degrees of has the F distribution. F distribution എന്ന് പറയുന്നത് actually രണ്ട് chi-square distribution, chi1 square by its degrees of freedom divided by y2 square by its degrees of freedom. അതിന്റെ റേഷ്യോ ആണ് ആക്ച്വലി F distribution എന്ന് പറയുന്നത്. ഓക്കെ. ഹലോ. ഓക്കെ. ഇവിടെ നമ്മൾ എത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ നമ്മൾ വേരിയൻസിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ F ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ എക്സാമ്പിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ. Now let us move to the next unit. ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്ന എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ബട്ട് ഐ എം വെരി സോറി. നമുക്ക് വി ഹാവ് നോ അതർ ഓപ്ഷൻ. ഓക്കെ. അതുകൊണ്ട് ഞാനങ്ങ് പോവുക. ഓക്കെ. ഹലോ. മനസ്സിലായില്ല? കാരണം ചോദിച്ചാൽ നമുക്ക് ഇന്ന് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ കൊണ്ട് നമ്മുടെ പോർഷൻ തീർക്കണം.
അല്ലേ? ഹലോ, അങ്ങനെയല്ലേ ടൈം ടേബിൾ കിട്ടിയിരിക്കുന്നേ? ഹലോ, ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതാണ്. ആണോ കേൾക്കാൻ പറ്റാതെ? അപ്പൊ നമ്മൾ അടുത്ത ദിവസം കൊണ്ട് നമുക്ക് തീർക്കണ്ടേ? അപ്പൊ ഈ പാർട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി ഡിഫിക്കൽറ്റി ആയിരിക്കും. നമുക്ക് ഇച്ചിരി പ്രോബ്ലം ഓറിയന്റഡ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞു പോകുന്നത്. ബാക്കി തിയറി ഓറിയന്റഡ് ആയതുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് നോക്കി ചെയ്തെടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത. ഓക്കെ, ഹലോ, ഓക്കെ മാം. ഓക്കെ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഫറൻസിലോട്ട് നമ്മൾ വന്നപ്പം പറഞ്ഞു എന്താണ് നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇൻഫറൻഷ്യൽ പാർട്ടിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇൻഫറൻസിലോട്ട് നമ്മൾ വരുന്നത് 2 ഇതാണ് വരുന്നത്. വൺ ഈസ് എസ്റ്റിമേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റിംഗ്. ഓക്കെ, എസ്റ്റിമേഷനകത്ത് നമുക്ക് 2 പോയിന്റ് എസ്റ്റിമേഷൻ, ഓക്കെ, ആൻഡ് ഇന്റർവൽ എസ്റ്റിമേഷൻ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുവാണ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊരു കാറ്റഗറി ഇൻഫറൻസിലോട്ട് വരണമെങ്കിൽ ഒരു പോപ്പുലേഷൻ അൺനോൺ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ പറ്റി സ്റ്റഡി നടത്താനായിട്ടുള്ള 2 ടെക്നിക്കുകളാണ്. വൺ ഈസ് എസ്റ്റിമേഷൻ, സെക്കൻഡ് വൺ ഈസ് ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗും നമുക്കുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യുന്നു. നമ്മുടെ തീറ്റയ്ക്ക് ഒരു വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, തീറ്റ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ അസ്യൂം. ഇതാണ് നമ്മുടെ അൺനോൺ പാരാമീറ്റർ. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ വാല്യൂ എടുക്കുന്നു. ദെൻ സാമ്പിൾ വാല്യൂ എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു വെദർ ദിസ് ഈസ് ഗുഡ് ഓർ നോട്ട്. ഓക്കെ, വെദർ നമ്മുടെ അസംഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നതിനൊരു വാല്യൂ, ആ വാല്യൂ അസ്യൂം ചെയ്തിരിക്കുന്ന വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നു നമ്മൾ അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതർവൈസ് നമ്മൾ അതിനെ റിജക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെയും ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. ഓക്കെ, നോക്ക്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ we need to know n and p. Poisson distribution we need to lambda. Normal distribution mu, and these are the qualities are called parameters. Okay, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഇൻട്രോഡക്ടറി പാർട്ട് വരുന്നത് വായിച്ചു നോക്കി അങ്ങ് മനസ്സിലാവും. ഇവിടെ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷന്റെ കാര്യം പറഞ്ഞു. In case the estimate is always based on some or all of the sample, that is to say that we calculate some sample statistic. അതായത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടി, അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്, സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക്. ആൻഡ് ടേക്ക് ഇറ്റ് ആസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്റർ ഏതാ? തീറ്റ. ദിസ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് ദ എസ്റ്റിമേറ്റർ. ദ വാല്യൂ ഓഫ് ദിസ് എസ്റ്റിമേഷൻ for our sample is the estimate. That is, an estimator is a function of the sample observation that is used to estimate an unknown parameter. A point estimate is a single value of the estimator. The process by which we choose an estimator and find the point estimate for estimating the unknown value is called the point estimation. Is it clear? മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. We find out the value of t equal to t1. അതാണ് ഒരു പോയിന്റ് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന അവിടെ. അതാണ് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഹലോ, ഓക്കെ. നമ്മൾ പറഞ്ഞു നമ്മളൊരു വാല്യൂനെ, നമ്മുടെ തീറ്റ അൺനോൺ പാരാമീറ്റർ ആണ്, അതാണ് നമ്മുടെ പാരാമീറ്റർ. ദെൻ ടി സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സാമ്പിൾ എടുക്കുന്നു, സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് എടുത്ത് നമ്മൾ നോക്കുന്നു. ഇനി ഇത് ഗുഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നൗ ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് എസ്റ്റിമേറ്റർ. Okay. The criteria for good estimates are, one is unbiased ആയിരിക്കണം, should be unbiased. Then consistent ആയിരിക്കണം, should be consistent, and it should be efficient. 4 characteristics ആണ് നമുക്കുള്ള, അല്ലെങ്കിൽ 4 properties. That it should be sufficient. ഓക്കെ, അപ്പൊ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ we say that this is a good estimate. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ we cannot accept that estimate. ഓക്കെ,
Hello? കേൾക്കാം മാം. Is it clear? യെസ് മാം. Okay, that is unbiased estimate ആണോ നോക്കുക. അതായത് population mean is if the population mean is same as the sample mean, then we say that sample this T is a unbiased estimate. Okay, see this one. Definitely. Okay, criteria. Suppose theta cap, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്ന തീറ്റയുടെ വാല്യൂ അൺനോൺ പാരാമീറ്റർ ആണ്. എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് തീറ്റ ദാറ്റ് ഈസ് denoted by theta cap. Suppose theta cap, see theta hat or theta cap is an estimator of the population parameter. The estimator theta cap or theta hat takes different values for different samples. If the mean of these different estimates is the unknown parameter theta, then we say that theta hat is an unbiased estimator of theta, or it is called the biased one. Follows from the definition that the expectation or the mean value of the random variable, that is theta hat, is unbiased if and only if the expected value of the theta hat in the mean value, the estimation in the mean value is the actual value of theta anengil, we say that that is an unbiased estimate. Okay, the properties just on ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. These are the properties. ഈ properties satisfy ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സി നമ്മൾ suppose we consider the parameter standard deviation, then the sample statistic S is given by the formula. എങ്ങനെയാണ്? x bar minus സാമ്പിൾ എടുക്കുന്നു, അതിന്റെ സാമ്പിൾ വേരിയൻസ് എന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന റൂട്ട് ഓഫ് xi മൈനസ് x bar the whole square by n. ഇത് നമ്മുടെ വേരിയൻസിന്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമുല. Is it clear? Hello? Yes. Okay. Where x1, x2, xn denote the sample observation can be taken to be an estimator of the population standard deviation estimate നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അതാണ് characteristic എന്ന് പറയുന്നത്. Population standard deviation. It has been proved that the statistics has an expected value equal to n minus n is the sample mean, root of n minus 1 divided by n of sigma, not sigma. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അൺബൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ദിസ് വൺ ആണ്, xi മൈനസ് x bar the whole square divided by n minus 1. Hence the unbiased estimate of sigma is obtained by the expression by n. ഓക്കെ, അപ്പൊ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിലോട്ട് വരുമ്പം നമ്മളവിടെ സ്റ്റാൻഡേർഡ് എറർ അല്ലെ സാമ്പിളിന്റെ എന്താ പറയാ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we are considering root of sigma xi minus x bar the whole square divided by n minus 1, not n. See, ഈ n അല്ല നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? That is the unbiased estimator of sigma. Okay, നമ്മൾ പറഞ്ഞു അൺബൈസ്ഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുമ്പം അൺബൈസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, so the formula corresponding to this one will be എന്തായി? Divide by n minus 1, not n. ഈ n ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫോർമുല. ബട്ട് ഇൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ദ സാമ്പിളിംഗ് എറർ or the സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ we are using the formula this one. ഇത് മറന്നു പോകരുത് കേട്ടോ. ഹലോ ഹലോ, പ്രോബ്ലം ചെയ്യുമ്പോൾ മറന്നു പോകരുത്. n മൈനസ് 1 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ, നോട്ട് n. എന്തുകൊണ്ടാ? ബിക്കോസ് ദാറ്റ് ഈസ് ദ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ അല്ലേ? നമ്മുടെ എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അൺബൈസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, സഫിഷ്യന്റ് ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വൺ പ്രോപ്പർട്ടി. ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? The variability of the first sample is less than the അല്ലേ? That will be more good ആയിരിക്കും.
T1 has the smaller dispersion. Dispersion is a variation, variability of this one is less than that, then this one is more efficient than the other one. Efficiency check ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് രണ്ട് സാമ്പിൾ വാല്യൂസ് എടുത്തിട്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. In most practical situations, the sample mean is the most acceptable statistic for the estimating population mean. Population mean-ന്റെ ഏറ്റവും നല്ല estimate. Now come to the interval estimation. ഈ ഇന്റർവൽ എസ്റ്റിമേഷൻ നമ്മൾ പറഞ്ഞു, എസ്റ്റിമേഷനകത്ത് നമുക്ക് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. വൺ ഈസ് ദ പോയിന്റ് എസ്റ്റിമേഷൻ, അതർ വൺ ഈസ് ദ ഇന്റർവൽ എസ്റ്റിമേഷൻ. Excuse me. ഓക്കെ, നമ്മൾ ഇന്റർവെൽ എസ്റ്റിമേഷനിലോട്ട് നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇന്റർവൽ വി സേ ദാറ്റ് ദ അൺനോൺ പാരാമീറ്റർ തീറ്റ ലൈസ് ഇൻ ദ ഇന്റർവൽ. പോയിന്റ് എസ്റ്റിമേഷനകത്ത് നമ്മൾ കണ്ടു പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു ഇന്റർവെലിന്റെ അകത്ത് ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ ആ ഇന്റർവെലിനെ നമ്മൾ പറയുന്നതാണ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ പാരാമീറ്റർ. ഏതായാലും ആയിക്കോട്ടെ, മീൻ വിത്ത് നോൺ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആർ ദയർ. അപ്പോൾ കോൺഫിഡൻസ് ഇന്റർവൽ മീൻ ആവാം, കോൺഫിഡൻസ് ഇന്റർവൽ വേരിയൻസ് ആവാം, എനി ക്യാരക്ടറിസ്റ്റിക്, പോപ്പുലേഷൻ അൺനോൺ ക്യാരക്ടറിസ്റ്റിക്, വാട്ട് എവർ മേ ബി ദ ക്യാരക്ടറിസ്റ്റിക്, ആ ക്യാരക്ടറിസ്റ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവൽ എസ്റ്റിമേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ലൈസ് വിതിൻ ആൻ ഇന്റർവൽ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ആ ഇന്റർവെലിന് പറയുന്നത് കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാണ് നമ്മൾ പറയുന്നത്. വലിയ ഓക്കെ, ഓക്കെ. ഇവിടെ നമ്മൾ പറയുന്നത് സി നമ്മൾ പറയും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ലെവൽ ഓഫ് അല്ലെങ്കിൽ 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാണ് നമ്മളിവിടെ നൊട്ടേഷൻ നമ്മൾ സാധാരണ പറയുന്നത്. 95% കോൺഫിഡൻസ് ഇന്റർവെൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നൗ കം ടു suppose we have been
Okay, suppose you have been suspecting that 1 liter pack of milk that is delivered to your house every morning is not exactly 1 liter but less. You feel that the filling machine which is supposed to fill ഞാൻ എക്സാമ്പിളിലോട്ട് എത്ര ഞാൻ വരുന്നില്ല bags to we need to average volume of milk filled by the machine. Obviously, it would be impossible to do this except by taking a sample. Suppose you measure the milk pack over a period of 60 days, that is your sample size is 60. ഓരോ ദിവസത്തെ സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുന്നു. Suppose you find that the mean of your observation, which is sample mean, is 950 ml. 1 liter ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, പക്ഷേ 950 ആണ് നമ്മൾ അതിൽ സാമ്പിൾ എടുത്തിരിക്കുന്നത് അല്ലേ. 62. Oh, what is this? Okay. Be sufficiently large value of n, the sample mean x bar is approximately normal distribution with the mean mu and standard deviation sigma by n. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടു സാമ്പിൾ സൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷൻ്റെ മീൻ ഈസ് മ്യൂ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സിഗ്മ ബൈ √n. Then we use the normal distribution table at the end of this book. തന്നിട്ടുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അനുസരിച്ച്. സി 95% വാല്യൂ ലൈസ് ബിറ്റ്വീൻ 1. ഇതൊരു നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ അബൌട്ട് 0 അല്ലേ. സോ 1.96നും see, this is a symmetric distribution, so we know that 0 to 1.96 0 to minus 1.96 ഇത് രണ്ട് ഓർഡിനേറ്റ്സ് ആണ്. 0 to this area will be 95% area of the whole distribution. That area is known as the corresponding probability. 95% of the area lies between minus 1.96 and plus 1.96. That is the property of the normal distribution. Okay. Is it clear? Yes. Hello? Okay. And the corresponding probability is 0.95. Probability lies between, we know that probability lies between 0 and 1. This is the percentage in terms of probability, and this is the actual numerical value of the corresponding probability. So, the 95%. Similarly, we can also identify 99% interval, 98% interval according as this ordinate. Corresponding to this ordinate, we can identify. Then this value will be changing, 1.96. Okay, 2.584. We will come to that, 99%. Okay, we will come to that limit also. Only 3 limits are there. 90%, 90%, 1.64. The value lies between minus 1.64 and plus 1.64. 90% includes, and minus 1.96 to plus 1.96, 95%. Then 2.58, minus 2.58 to plus 2.58, 99% value lies. Okay, we will come to that. Okay, first identify this one. These are the values from the normal distribution. So the value lies between minus 1. This is the
corresponding the probability of Z lies between minus 1.96 to 1.96 will be 95%. Hello? Is it clear? Yes, ma'am. Okay. Where Z is the standard normal variate? See? X bar is the sample mean, X bar minus its mean by its standard deviation. Standard deviation is sigma by root n. Okay. Okay, Is it ma'am. clear? Okay. So we put the value of Z here, Z equal to X bar. See, it's the sample values are known to us. Okay. The sample values are known to us. So that is, we are taking a sample of size n. We identify the value of X bar. Okay. So we are going to identify the confidence interval for mean with the known variance. Population variance is known to us. So the X bar is the sample value. So we replace Z by X bar minus mu by sigma by root n. Okay. In this equation, this is equation 1. In equation 1, Z is replaced by standard normal variate. X bar minus mu by sigma by root n. Okay. Is it clear? Okay, ma'am. Okay. That is 1.96 into sigma by root n കൊണ്ട് we multiply ചെയ്യുന്നു Z നെ. Z is replaced by Z minus at X bar minus mu by sigma by root n. Then 1.96 into sigma by root n less than X bar minus mu. X bar minus mu നെ മാത്രം Z ന്റെ അവിടെ നിർത്തിയിട്ട് നമ്മൾ സിഗ്മ ബൈ റൂട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? X bar minus mu. Right? Is it clear? Yes, ma'am. Hello? Okay. Less than ഈ ഇക്വേഷൻ്റെ അകത്ത് ലെസ് ദാൻ 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു. ബിക്കോസ് എന്താണ്, നമുക്ക് എക്സ് ബാറിൻ്റെ ആണ് കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കിട്ടേണ്ടത്. സോറി, മ്യൂവിൻ്റെ. എക്സ് ബാർ എന്നത് സാമ്പിൾ മീൻ, പോപ്പുലേഷൻ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? Yes. ഓക്കെ. നമ്മൾ അതുകൊണ്ട് മ്യൂ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അതാണ് മ്യൂവിൻ്റെ അല്ലേ നമ്മൾ കോൺഫിഡൻസ് ഇന്റർവൽ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ മ്യൂ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എഴുതിയാൽ മാത്രമേ നമുക്ക് ദ കോൺഫിഡൻസ് ഇന്റർവൽ ഓഫ് മ്യൂ വിൽ ബി ഈക്വൽ ടു എ ആൻഡ് ബി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ മ്യൂവിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലറിയാം എക്സ് ബാർ മൈനസ് മ്യൂ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? മൈനസ് എക്സ് ബാർ, ഇവിടുത്തെ എക്സ് ബാറിനെയും കൂടെ നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 സ്ഥലത്തും എക്സ് ബാർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് എക്സ് ബാർ മൈനസ് 1.96 സിഗ്മ ബൈ റൂട്ട് n. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. ലെസ് ദാൻ മൈനസ് മ്യൂ ലെസ് ദാൻ മൈനസ് എക്സ് ബാർ. സി, എക്സ് ബാർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദിസ് എക്സ് ബാർ വിൽ ബി ഡിലീറ്റിംഗ് എക്സ് ബാർ മൈനസ് എക്സ് ബാർ. ഹിയർ ഓൾസോ എക്സ് ബാർ. The first part we put x bar as the first number. Only that. Is it clear? Hello? Clear ആയോ? Yes. Yes. Okay. So നമുക്കറിയാം മൈനസ് എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ മൈനസ് മ്യൂ ലെസ് ദാൻ മൈനസ് എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആണ് ഈ 0.95 എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ സോ നമുക്ക് ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മ്യൂവിനെ, അല്ലേ? സി, ഇൻഇക്വാളിറ്റിയെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻഇക്വാളിറ്റി വിൽ ബി റിവേഴ്സ്ഡ്, അല്ലേ? സോ എക്സ് ബാർ പ്ലസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ദിസ് ഗ്രേറ്റർ ദാൻ മ്യൂ ഗ്രേറ്റർ ദാൻ എക്സ് ബാർ മൈനസ് 1.96 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n. അതിനെ നേരെ തിരിച്ച് അതിനെ സി റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ. That is x bar minus 1.96 sigma by root n less than mu less than x bar plus 1.96 into sigma by root n. Now this is the 95% confidence interval of
population mean mu, where x bar is the sample mean and sigma is known to us. Is it clear? Clear, ma'am. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. For the interval estimation of mu, ന്റെ interval estimation, when sigma is known, what is that? X bar. We are considering a sample and the sample mean is x bar minus 1.96 into sigma by root 10. Sigma is the known population mean, standard deviation. And x bar plus 1.96 into sigma by root 10. Is it clear? ഈ ഫോർമുല നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾ ഈ എങ്ങനെ ഇതിലെത്തി എന്നൊന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നില്ലെങ്കിലും, പക്ഷെ നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഹലോ, ഓക്കെ മാം, നോക്കാം. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാർട്ടും കൂടെ ഓർത്തിരിക്കണം. ചിലപ്പോൾ ഈ ഐഡന്റിഫൈ ചെയ്ത ജനറൽ കേസ് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം കേട്ടോ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാർട്ടും കൂടെ പഠിച്ചേ പറ്റുള്ളൂ. ഐ തിങ്ക് ഇന്നത്തേക്ക് നമുക്കത് നിർത്താം. നമ്മൾ ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് അല്ലേ കൊണ്ടുവരാനും പാടായിരിക്കും. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രോബ്ലം ഇതിനെ പറ്റി ഒന്ന് നിങ്ങൾ ബോധർ ചെയ്യേണ്ടി, ഇത് നോക്കുക. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഗുഡ് ഫോർ യു ദെൻ ഓക്കെ, അതർവൈസ് നിങ്ങൾ അതിന് വേണ്ടി ഒത്തിരി ചെലവഴിക്കണ്ട. ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ലോവർ വാല്യൂസ് ദിസ് വൺ, അപ്പർ വാല്യൂസ് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പാർട്ട് ഇത്രയും നോക്കിയിട്ട് വരണം. അപ്പം ഞാൻ അടുത്ത ദിവസം ബാക്കി ഇതേപോലെ തന്നെയാണ് കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സെയിം വേ ആണ്. അവിടെയൊക്കെ നമുക്ക് എന്താ മ്യൂവിൻ്റെ ആണെങ്കിൽ മ്യൂ വന്നു, സിഗ്മ ആണെങ്കിൽ സിഗ്മയിലോട്ട് വന്നു, സിഗ്മ നോൺ ഉള്ള കേസുണ്ട്, സിഗ്മ അൺനോൺ ആയിട്ടുള്ള കേസുണ്ട്. ഓക്കെ, ഹലോ, ഓക്കെ. അപ്പോൾ ഓരോ സിറ്റുവേഷനും കറസ്പോണ്ടിങ് ആയിട്ട് മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഫോർ 95% കോൺഫിഡൻസ് ഇന്റർവെൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നോക്കിയിട്ട് വരിക. നാളെ വരുമ്പോഴത്തേക്കിനും നോക്കുക. നമ്മൾ ഇന്നത്തെ എന്തായാലും നമുക്ക് നിർത്താം. നമ്മുടെ സമയമായില്ലേ? എനിക്കറിയാം വരുന്ന ഡിഫിക്കൽട്ടി എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കത് അത്ര എളുപ്പമല്ല.